ഉർവശി ശാപം എങ്ങനെയാണ് ഉപകാരപ്രദമായത്? മഹാഭാരതത്തിൽ വനവാസം സ്വീകരിക്കേണ്ടി വരുന്ന പാണ്ഡവന്മാർക്ക് ഏറെ കടമ്പകൾ കടക്കേണ്ടിയിരുന്നു. കൗരവരുമായി ഏറ്റുമുട്ടാന് ദിവ്യാസ്ത്രങ്ങൾ വേണ്ടിവരുമെന്നും അത് നേടാൻ ഇന്ദ്രാദി ദേവന്മാരെ പ്രസാദിപ്പിക്കണമെന്നും അർജുനനോട് യുധിഷ്ഠിരൻ ആവശ്യപ്പെട്ടു. ദേവലോകത്തെത്തിയ അർജുനനെ ദേവന്മാരും മഹർഷിമാരും ഉൾപ്പെട്ട ഒരു വലിയ സമൂഹം ഇന്ദ്രന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. അർജുനൻ ദേവന്മാരിൽ നിന്ന് എല്ലാ ദിവ്യായുധങ്ങളും നേടി. ഒരു ദിവസം ദേവസദസ്സിൽ ഇന്ദ്രനും അർജുനനും മറ്റു ദേവഗണങ്ങളും അപ്സരസ്സുകളുടെ നൃത്തം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇമവറ്റാതെ ഉർവശിയെ തന്നെ നോക്കിയിരിക്കുന്ന അർജുനനെ കണ്ട് ഇന്ദ്രൻ കാര്യം മനസ്സിലായി. ഉർവശിക്കും അർജുനനോട് ഇഷ്ടം തോന്നി. അർജുനന്റെ മുറിയിൽ എത്തിയ ഉർവശിയെ ബഹുമാനത്തോടെ അദ്ദേഹം സ്വീകരിച്ചു. നൃത്തസമയത്ത് സൂക്ഷിച്ചു നോക്കിയത് തന്റെ വംശത്തിനേറെ മാതാവിനോടുള്ള ഭക്തി മൂലമാണെന്ന് അർജുനൻ അറിയിച്ചതോടെ ഉർവശി അദ്ദേഹത്തെ ഇപ്രകാരം ശപിച്ചു: നിന്നെ ആഗ്രഹിച്ചുവന്ന എന്നെ പുരുഷനൊത്തവണ്ണം സ്വീകരിക്കാത്ത നീ സ്ത്രീകൾക്കിടയിൽ ഒരു നപുംസകമായി പാട്ടും നൃത്തവും പഠിപ്പിച്ചു കഴിഞ്ഞുകൂടാനിടവരട്ടെ. ഇത് കേട്ട ഇന്ദ്രൻ ഒട്ടും സങ്കടം തോന്നിയില്ല. ഒരിക്കൽ ഈ ഉർവശി ശാപം നിനക്ക് ഉപകാരമായി ഭവിക്കും എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അർജുനനെ ആശ്വസിപ്പിച്ചു. പിന്നീട് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. വനവാസകാലത്ത് വിരാടരാജധാനിയിൽ ഒരു കൊല്ലം അജ്ഞാതവാസം നടത്തിയപ്പോൾ ബൃഹന്നള എന്ന പേരിൽ പെണ്ണുങ്ങൾക്ക് പാട്ടും നൃത്തവും പഠിപ്പിക്കുന്ന ഒരു നപുംസകമായി കാലം തീർക്കാൻ അർജുനനു ഈ ശാപം സഹായകമാവുകയും ചെയ്തു.